ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. ഇന്ത്യൻ ഓഫീസിലെ പോലെയൊക്കെ തന്നെ ഇതൊരു ചോപ്പ് ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കുനുകുനാന്നരിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി ആ ഒരു പച്ചപ്പ് മാറുമ്പോഴേക്കും നമുക്ക് അതിന് പുറകെ തന്നെ സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ പുറകെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പൊടിയായിട്ട് കൊത്തിയരിഞ്ഞതാണ്. ഇനി നമുക്ക് ബീട്രൂട്ട് ചെറുതായി പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ ബീട്രൂട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് ഒന്ന് വഴറ്റാം. ഈ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തട്ടിപ്പൊത്തി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. സവാള വാടുമെന്ന് മറ്റേ പച്ചക്കറികളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി പാത്രം കൊണ്ട് മൂടി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം ഒന്ന് ആവി കയറിയതേ ഉള്ളൂ. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തിയ ശേഷം വീണ്ടും നമ്മളൊന്ന് മൂടി വയ്ക്കുന്നു. ഒന്നുകൂടി ആവി കയറട്ടെ. അതൊരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സൈഡിലൊക്കെ എണ്ണ തെളിയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്കതിനകത്തേക്ക് മസാല ചേർക്കണം. നമ്മുടെ ഗ്രാൻഡീസ് സ്പെഷ്യൽ മീറ്റ് മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വേറൊരു പൊടിയുടെയും ആവശ്യമില്ല. മീറ്റ് മസാല നമ്മളുടെ മീറ്റ് മസാല ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ മുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള മീറ്റ് മസാല ചേർത്തു, നന്നായി യോജിപ്പിച്ചു. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാര്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പോരാത്ത ഉപ്പും മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി പുഴുങ്ങി ഉടച്ച ഉരുളൻകിഴങ്ങ് തൊലി കളയാതെ ഉപ്പിട്ട് വേവിച്ച് ശേഷം വെള്ളം ഊറ്റി തൊലി കളഞ്ഞു നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങാണ്. അത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ആ കുറവുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തുനിന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം റസ്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള വെള്ളമയം ഒന്ന് വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കി എടുക്കാം. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം മല്ലിയില കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. 2 മുട്ട എടുത്തു, അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുട്ടയിൽ മുക്കി. വെജിറ്റബിൾ കട്ട്ലറ്റ് ആകുമ്പോൾ സാധാരണ നമ്മൾ മൈദയിലാണ് മുക്കുന്നത്. മൈദയിലോ കോൺഫ്ലോറിലോ മുക്കി എടുക്കാം. ഇതിപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് അവർക്ക് മുട്ട കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ മുട്ടയിൽ മുക്കി ജസ്റ്റ് കോട്ട് ചെയ്യണേ. മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് വറുത്ത് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.